ഇച്ചായ, ഈ കുട്ടിക്കറിയേണ്ടത് നമ്മുടെ അഗ്നിയെ കുറിച്ചാ. എൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാ ഈ ഓർഫനേജൊക്കെ. പിന്നെ ഞാൻ ആലീസുമായിട്ട് പ്രണയത്തിലായ സമയം ഇതൊക്കെ വിറ്റ് നല്ലൊരു ബിസിനസ് തുടങ്ങാമെന്നാണ് വിചാരിച്ചേ. പക്ഷേ ആലീസിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ ഓർഫനേജ് ഞാൻ നോക്കി നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം വാസുദേവ്, അതായത് അഗ്നിയുടെ മുത്തശ്ശൻ, വലിയ ബിസിനസ്മാനൊക്കെയാ, ഒരു 5 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഞങ്ങളുടെ ഓർഫനേജിൽ വന്നത്. ഒരു ആക്സിഡന്റിൽ അഗ്നിയുടെ അമ്മയും അച്ഛനും മരിച്ചു. ബിസിനസ്സൊക്കെ നോക്കി നടക്കുന്നതിന്റെ തിരക്കിൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ അയാൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് അയാൾ തന്നെ അഗ്നിയെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. പൊതുവെ കുട്ടികളുടെ സ്വഭാവം നമുക്കറിയാലോ. കളിച്ചും ചിരിച്ചും ഭയങ്കര ആക്റ്റീവായിരിക്കും അവര്. പക്ഷേ അഗ്നിയുടെ സ്വഭാവം അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു റൂമില് തനിച്ചൊതുങ്ങി കൂടിയിരിക്കുക, ആരടുത്തും വലുതായിട്ട് സംസാരിക്കില്ല. ആകെ അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് മാത്രമായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങളത് കാര്യമാക്കിയില്ല, കാരണം അച്ഛനമ്മ നഷ്ടപ്പെട്ടതല്ലേ. സോ ആ ട്രോമയിൽ നിന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഒരു കെയർ അത് ആലീസ് അവന് കൊടുത്തിരുന്നു. പോകെ അത് മാറി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അഗ്നിക്ക് ഒരു മാറ്റവും വന്നില്ല. പൊതുവെ ആലീസിന്റെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അഗ്നിയുടെ സ്വഭാവം കാരണം ആലീസ് തന്നെയാ പറഞ്ഞത് അവനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ. അങ്ങനെ ഞാൻ അഗ്നിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അവന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിലാ മരിച്ചതാണെന്ന് അറിഞ്ഞു. പക്ഷേ അത് വെറും ഒരു ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണെന്ന് പിന്നീടാ മനസ്സിലായത്. അതെ ഡോക്ടർ. വാസുദേവ് ഒരു വലിയ ബിസിനസ്മാൻ അല്ലേ, സ്വാഭാവികമായിട്ടും ശത്രുക്കളുണ്ടാവും. പക്ഷേ അതെല്ലാം ബാധിക്കപ്പെട്ടത് അഗ്നിക്കായിരുന്നു. അഗ്നിക്ക് 2 വയസ്സുള്ളപ്പോഴാ ആ ആക്സിഡന്റ് നടക്കുന്നേ. അമ്മയച്ഛനെ നഷ്ടപ്പെട്ട അഗ്നിയെ നോക്കിയത് വാസുദേവൻ തന്നെയാ. പക്ഷേ വലിയ ബിസിനസ്മാനൊക്കെ അല്ലേ, തിരക്കുകൾ കാണും. അതുകൊണ്ട് തന്നെ അഗ്നിയെ ശ്രദ്ധിക്കാൻ അയാൾക്ക് പറ്റിയില്ല. വെറും 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളാണെന്ന് ഡോക്ടറിന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. വീട്ടിലുള്ള ഒരു ഉപകരണം അങ്ങനെയായിരുന്നു വാസുദേവ് അഗ്നി കണ്ടത്. ഒന്ന് സ്നേഹിക്കുകയോ ലാളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവന്റെ കാര്യങ്ങളെ നോക്കാൻ ആരും അവിടെ ഇല്ലായിരുന്നു. തികച്ചും ഒരു ഒറ്റപ്പെട്ട കുട്ടി, അതും 2 വയസ്സിൽ. ഡോക്ടറിന് ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അഗ്നിക്ക് അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും അവനതാരും പറഞ്ഞു കൊടുത്തില്ല. വെറും 2 വയസ്സുള്ള കുട്ടിയില്ലേ, ചിന്തിച്ചെടുക്കാനുള്ള ശേഷി അവനില്ല. ഇതെല്ലാം അറിഞ്ഞപ്പോ ഞങ്ങൾ ആദ്യം ഒന്ന് ഷോക്കായതാ. പക്ഷേ അഗ്നിക്ക് 5 വയസ്സല്ലേ ആയുള്ളൂ, ഇനിയും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ ഞാനും ആലീസും അവന്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ആ 5 വയസ്സുള്ള കുട്ടിക്ക് പ്രാഥമികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ച കാര്യം അതൊന്നുമല്ല.
ഞങ്ങൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ അവൻ ആ കാര്യം ചെയ്യൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വിശക്കുമ്പോഴല്ലേ ഡോക്ടർ ഭക്ഷണം കഴിക്കാറ്. അതിപ്പോ ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കും. പക്ഷേ അവൻ അങ്ങനെയല്ല. അവന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭക്ഷണം എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ വിശന്ന് മരിക്കുന്നത് വരെ അവൻ അതിന്റെ മുന്നിൽ ഇരിക്കും. അല്ല സാർ, മാനസികമായിട്ട് അവനെന്തെങ്കിലും? നോ ഡോക്ടർ, മാനസികമായിട്ട് അവന് ഒരു കുഴപ്പമില്ല. അവനുള്ള ഏക കുഴപ്പം, ഹീസ് ആൻ എക്സ്ട്രാ ഇന്റലിജന്റ്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പസിൽസിനെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് അവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയും ഇന്റലിജന്റ് ആയ ഒരു കുട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊരിക്കൽ ഞങ്ങളുടെ ലൈബ്രറിയിൽ അവനെ കൊണ്ടുപോയി. പക്ഷേ അവിടെ അവനെ അതിശയപ്പെടുത്തി കളഞ്ഞു. ഒരു ദിവസം കൊണ്ട് അവൻ വായിച്ചു തീർത്തത് 100ഓളം ബുക്കുകളായിരുന്നു. അതിന്റെ ഓരോ പേജിലും എത്ര അക്ഷരങ്ങളുണ്ട്, എത്ര വരികളുണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എല്ലാം അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ലൈക്ക് ആൻ എക്സ്ട്രാ ഓർഡിനറി ചൈൽഡ്. അല്ല സാർ, അതൊക്കെ ഒരു നോർമൽ കാര്യമല്ലേ? ഡോക്ടർ, ഒരു 5 വയസ്സായ കുട്ടി ഇന്റഗ്രേഷനും ഡെറിവേഷനും ഒക്കെ സോൾവ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത്ര നോർമലായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഡോക്ടർ. ഒരു സാധാരണ മനുഷ്യന്റെ മെമ്മറിയെക്കാട്ടിലും 100 മടങ്ങ് മെമ്മറി പവർ അവനുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരാള് ഒരു കാര്യം ചെയ്യാൻ അവന് അനുവാദം കൊടുത്താൽ മാത്രമേ അവൻ ആ കാര്യം ചെയ്യൂ. ഇതെല്ലാം അറിഞ്ഞ വാസുദേവൻ തന്റെ കൊച്ചുമകനെ ഒരു സ്പെഷ്യൽ എബിലിറ്റിയുള്ള കുട്ടിയാക്കി മാറ്റാൻ തീരുമാനിച്ചു. ഒരുപാട് കാശുള്ളോടേനെ അതിന് അയാൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല. ഇതറിഞ്ഞ നിമിഷം അയാൾ അവനെ ഇവിടെ നിന്നും കൊണ്ടുപോയി. ഞങ്ങൾ ഒരുപാട് തടയാൻ നോക്കിയതാ, പക്ഷേ അയാളുടെ പണത്തിന്റെ ബലം കൊണ്ട് അയാൾ അവനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഞങ്ങൾ ഇതുവരെ അഗ്നിയെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ എന്നെക്കാൾ വിഷമം ആലീസിനായിരുന്നു. സ്വന്തം മോനെ പോലെയാ അവൾ അവനെ നോക്കിയത്. സാർ, അഗ്നി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയെന്ന് സാറിനറിയോ? അറിയാം. മിസ്റ്റർ ജാക്ക്, ഒരു മ്യൂസിക്കൽ ട്രെയിനറാ. അയാളുടെ അഡ്രസ് എന്തെങ്കിലും? ഉണ്ട് ഡോക്ടർ. ഇതാ ആളുടെ അഡ്രസ്. താങ്ക് യു സാർ. പിന്നെ ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ, എൻ്റെ വക. എന്നാ ഞാൻ ഇറങ്ങുക. എന്താ ഡോക്ടർ, എന്തിനാ വരാൻ പറഞ്ഞേ? സാർ, അത് പിന്നെ അഗ്നി. ഡോക്ടർ, അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇത് അഗ്നിയെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചെന്നാണോ? അങ്ങനെയല്ല സാർ, ഇപ്പൊ നമ്മള് അഗ്നിയുടെ ചെറുപ്പകാലത്തെ കുറിച്ച് മാത്രമേ അറിഞ്ഞോളൂ. പക്ഷേ ഇനിയും കുറച്ച് അറിയാനുണ്ട്. മിസ്റ്റർ ജൂൺ പറഞ്ഞതനുസരിച്ച് അഗ്നിയുടെ ചെറുപ്പകാലത്ത് അഗ്നിയുടെ മുത്തശ്ശൻ ഒരു ഫിസിക്കൽ ട്രെയിനർ അടുത്ത് കൊണ്ടുപോയിരുന്നു. ആളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. സാറിന് ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് അവിടെ വരെ പോകണം. അവിടെ പോയാലേ അഗ്നിയുടെ ബാക്കി കഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ഡോക്ടർ, നമുക്ക് പോവാം. എനിക്ക് അറിയണം അഗ്നി ആരാണെന്ന്.
ആരാ? മിസ്റ്റർ ജാക്ക്? അതെ, ഞാനാണ്. ഐ എം ACP ശിവരുദ്ര. ഐ എം ഡോക്ടർ ആരാധ്യ. നമസ്കാരം. അല്ല, നിങ്ങളെന്താ ഇവിടെ? എന്താ ആവശ്യം? സർ, ഞങ്ങൾക്കൊരാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനു വേണ്ടിയിട്ട് വന്നതാ. ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അഗ്നിയെ കുറിച്ച്. അഗ്നി? കയറി വരൂ. നിങ്ങൾക്ക് എങ്ങനെ അഗ്നി അറിയാം? അഗ്നി? അപ്പോ അവൻ ജീവനോടെ ഉണ്ട് അല്ലേ? അവന്റെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? ആ, എന്റെ കയ്യിലുണ്ട്. എങ്ങനെ കൊല്ലാതിരിക്കും? അമ്മാതിരിയല്ലേ അങ്ങേര് അവനെ വളർത്തിയെടുത്തത്. ഞാൻ ഒരിക്കലും ഓർമ്മിക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യമാ നിങ്ങളിപ്പോ ചോദിച്ചു വന്നത്. മലകൾ കയറുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ വീട്ടിലെ പ്രാരാബ്ദം കാരണം ആ സ്വപ്നം എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീടാണ് ഞാനൊരു ഫിസിക്കൽ ട്രെയിനർ ആയത്. അങ്ങനെ ഇരുന്നപ്പോഴാ ലോകത്തിലെ തന്നെ പ്രശസ്തനായ ഒരു ബിസിനസ്മാൻ മിസ്റ്റർ വാസുദേവൻ എൻ്റെ മുന്നിൽ വന്നത്. അയാളുടെ ചെറുമകന് ഞാൻ ഫിസിക്കൽ ട്രെയിനറായിട്ട് വരണമെന്ന് കാശ് ഓഫർ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യവും ചെയ്തു തരാമെന്നും പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അയാളുടെ അടുത്ത് ഓക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അയാളുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചത്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അയാള് ഒരു 7-8 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ട്രെയിൻ ചെയ്യുന്ന കുട്ടിയാണ് അതെന്ന്. ആദ്യം ഞാനൊന്ന് ഷോക്കായിപ്പോയി. ഈ ചെറിയ പ്രായത്തിലെ എങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുമെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അയാൾ കാശ് തരുന്നതുകൊണ്ട് മാത്രം ഞാൻ അതിന് സമ്മതിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അഗ്നി എൻ്റെ കൂടെയായിരുന്നു. ഒരു 7 വയസ്സുള്ള കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല അവൻ കാണിച്ചത്. അവന്റെ ജീവിത രീതി എന്ന് പറയുന്നത് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് ചെയ്യുന്നത് പോലെയായിരുന്നു. കറക്റ്റ് 5 മണിക്ക് എണീക്കുക, കറക്റ്റ് 8:30 കഴിക്കുക, കറക്റ്റ് 1 മണിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഉള്ളതായിരുന്നു. ഡെയിലി ഇതേപോലെ തന്നെയാണ് അവൻ പെരുമാറിയത്. ആദ്യമൊക്കെ ഞാനൊന്ന് അത്ഭുതപ്പെട്ടെങ്കിലും പിന്നീട് അവന്റെ രീതി അതായിരിക്കുമെന്ന് കരുതി. പിന്നീട് ഞാൻ ചെറിയ ചെറിയ ട്രെയിനിങ് ഒക്കെ അവന് കൊടുത്തു തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ അവനൊന്ന് ചിരിക്കുകയോ കരയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നും, ശരിക്കും ഇവനൊരു മനുഷ്യൻ തന്നെയാണോ എന്ന്. പിന്നെ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാവും പഠിച്ചെടുക്കും. ഇടയ്ക്കൊക്കെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം എനിക്ക് പോലും ഇങ്ങനെ പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവന്റെ കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. അവനെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു സാധാരണ മനുഷ്യനുണ്ടാവുന്ന വികാരങ്ങൾ അവനില്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. പക്ഷേ അതിന്റെ ഉത്തരം എനിക്ക് കണ്ടെത്താനായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അഗ്നിയുടെ മുത്തശ്ശൻ, അതായത് വാസുദേവൻ, അയാൾക്ക് വയ്യാതെയായി. ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാവുമെന്ന് ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല.
ശരിക്കും പറഞ്ഞ അവിടം തൊട്ടായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. തന്റെ മകനെയും മരുമകളെയും ഇല്ലാതാക്കിയവനെ തന്റെ കൺമുന്നിലിട്ട് എന്നെ നശിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അതിന് അയാൾ കൂട്ടുപിടിച്ചതാണ് തന്റെ സ്വന്തം ചെറുമകനായ അഗ്നിയെ. ഇത്രയും കാലം അതിനു വേണ്ടിയിട്ടായിരുന്നു ഇയാൾ എന്നെ കൊണ്ട് അഗ്നി ട്രെയിൻ ചെയ്യിപ്പിച്ചെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഓരോ രാത്രിയിലും നിന്റെ അമ്മയും അച്ഛനെയും കൊന്നവരെ നീ കൊല്ലണം, എന്നാലേ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നും പറഞ്ഞ് അഗ്നി അയാളെ മാറ്റിയെടുക്കുകയായിരുന്നു. ജീവിതത്തില് സുഖം എന്താ, ദുഃഖം എന്താ, ശരി എന്താ, തെറ്റെന്താന്ന് അറിയില്ലാത്ത ആ പാവത്തിന്റെ മനസ്സിൽ അയാൾ അയാളുടെ സ്വാർത്ഥത കുത്തി നിറയ്ക്കുകയായിരുന്നു. അന്നു മുതല് ഒരാളെ എങ്ങനെ കൊല്ലണം, ഏത് രീതിക്കൊക്കെ കൊല്ലണമെന്ന് ഞാൻ പോലും അറിയാതെ അവൻ പഠിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യത്വം എന്ന വാക്കിന്റെ അർത്ഥം പോലും അയാൾ അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരാളെ കൊല്ലാനുള്ള വെറും ഒരു ഉപകരണമാക്കി അഗ്നി അയാൾ മാറ്റി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ആ വീട്ടിലെ സെക്യൂരിറ്റീസിന്റെ കണ്ണു വെട്ടിച്ച് ഞാൻ അഗ്നിയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ ജീവിക്കാൻ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല. എന്റെ കൂടെ വന്നിട്ടും എന്തിനാ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നെന്ന് ഒരു വാക്കുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. അങ്ങനെ ഞാൻ അവന് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ശരി ഏതാണ്, തെറ്റ് ഏതാണെന്നൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു നാള് ഞാൻ അവനെ കൊണ്ട് മല കയറാൻ പോയി. കയറുന്നതിന്റെ ഇടയിൽ എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി. ആ സ്പോട്ടില് ഞാൻ മരിക്കേണ്ടതാ. എന്റെ കൂടെ നിന്ന അത് അഗ്നിക്ക് അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ അടുത്ത് എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറഞ്ഞു. പക്ഷെ അന്ന് ആദ്യമായിട്ട് അവൻ എന്റെ വാക്ക് മറികടന്ന് അതവൻ ചെയ്തത്. നീ പൊയ്ക്കോ, നീ നോക്കണ്ട. He saved me. അന്ന് ഞാൻ മനസ്സിലാക്കിയതാ അവന്റെ ഉള്ളിൽ വികാരങ്ങളുണ്ടെന്ന്. ഒരു സാധാ മനുഷ്യൻ ജീവിക്കുന്ന പോലെ അവനും ജീവിക്കാൻ പറ്റുമെന്ന്. പിന്നെ അങ്ങോട്ട് അവൻ മാറി വരുമായിരുന്നു. എല്ലാത്തിനെയും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അവൻ ഓരോ കാര്യങ്ങളും അറിയാൻ തുടങ്ങി. പക്ഷേ എല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചത്. ഞങ്ങൾ എവിടെ ഉണ്ടെന്നറിഞ്ഞ് വാസുദേവനും അയാളുടെ കുറെ ഗുണ്ടകളുമായിട്ട് അഗ്നി വന്ന് പിടിച്ചുകൊണ്ട് പോയി. ഞാൻ ഒരുപാട് തടയാൻ ശ്രമിച്ചതാ. പക്ഷേ അയാളുടെ തോക്കിന്റെ മുന്നിൽ എനിക്ക് മുട്ടുകുത്തേണ്ടി വന്നു. അഗ്നി പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേടിയായിരുന്നു. തിരിച്ചു വീണ്ടും അവനവന്റെ പഴയ ജീവിതത്തിലേക്ക് പോകുന്ന എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തന്നെ അഗ്നിയുടെ വീട്ടിലോട്ട് പോയി. പക്ഷേ ഞാനിന്ന് അവിടെ കണ്ടത് എന്താ താണെന്ന് അവിടെ കണ്ടേ?
ആരാ നീ? അഗ്നി, എന്റെ അമ്മയ്ക്കും അച്ഛനും നീതി നടപ്പാക്കാനുള്ള ദിവസമായി അഗ്നി. കൊല്ല അഗ്നി, അവനെ കൊല്ല. അഗ്നി, നിർത്താൻ! ഒരു തികയും കൂടാതെ അഗ്നി അവന്റെ അമ്മയും അച്ഛനെയും കൊന്നവരെ കൊന്നുകളഞ്ഞു. ഒരു വിധത്തിൽ പറഞ്ഞ അവന്റെ മുത്തശ്ശൻ ആഗ്രഹിച്ചതെന്തോ അതവൻ സാധിച്ചു. പോലീസ് കേസൊക്കെ ആയി, പക്ഷേ എവിഡൻസ് ഇല്ല. ഒരാളെ എങ്ങനെ കൊല്ലണമെന്ന് അവന് നല്ലതുപോലെ അറിയാമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. പിന്നെ അന്ന് അവൻ കൊന്നത് അതൊരു നല്ല ആളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മരണം അതവന് വിധിച്ചിട്ടുള്ളതാ. അന്നത്തെ ആ സംഭവത്തിൽ അവന്റെ ദേഹമാകെ പൊള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഞാൻ അവനെ കാണാൻ ചെന്നു. പക്ഷേ ആ റൂമിൽ ആരും ഇല്ലായിരുന്നു. വാസുദേവന്റെ പേരിലുള്ള സ്വത്ത് മൊത്തം അഗ്നിയുടെ പേരിലായിരുന്നു. അഗ്നി കാണാതായതിന്റെ അന്ന് തന്നെ ആ സ്വത്തുക്കളും കാണാതെയായി. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. അഗ്നി, അപ്പോ നിനക്കൊരാളെ കൊല്ലുന്നത് വെറും ഒരു പുഴുവിനെ കൊല്ലുന്ന പോലെയാണല്ലേ? സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നത് അഗ്നി ആയിരിക്കും ഇത് ചെയ്തതെന്നാ. കാരണം അവന്റെ മുത്തശ്ശൻ അവനെ പറഞ്ഞു കൊടുത്തത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണമെന്നാണ്, അല്ലാതെ നിരപരാധികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവന്റെ അമ്മയും അച്ഛനെയും കൊന്നവരെ അവൻ കൊന്നു. എന്നാ ഇപ്പോ ആരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടോ അവരെ എല്ലാരെയും അവൻ കൊല്ലുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അവരൊക്കെ മരിക്കേണ്ടവരല്ലേ സാർ? താൻ എന്താ ഈ പറയുന്നേ? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇവിടെ നീതി നിയമമൊക്കെ ഉണ്ട് സാറേ. കാശുള്ളവന്റെ കയ്യിലാ ഇപ്പൊ നിയമം ഇരിക്കുന്നേ. അത് സാറിന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം സാർ, ഈ ബ്ലാസ്റ്റിന് പിന്നിൽ അഗ്നിയല്ല, പക്ഷേ ഈ ബ്ലാസ്റ്റ് നടത്തിയവന്റെ പിന്നിലാ അഗ്നി. അഗ്നി അവനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ കൊന്നിരിക്കും. ഞാൻ ജീവനോടെ ഉള്ളപ്പോ അതിന് ഞാൻ സമ്മതിക്കില്ല. ചകാര ചണ്ഡതാണ്ഡവം തനോതു ന ശിവം ശിവം.